ഹലോ ഓൾ, ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. ബിടെക് ഇൻ ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്കോപ്പ് എന്താണ്, അത് ചെയ്യാമോ? അപ്പോൾ ഇതുപോലെയുള്ള കരിയർ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട, എല്ലാവരും ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബിടെക് ഡാറ്റ സയൻസ് ആൻഡ് AI എന്നുള്ളത് ഇപ്പോൾ ആളുകളുടെ ഇടയിൽ ട്രെൻഡിങ് ആയി വരുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം നിങ്ങൾക്കറിയാം, ഡാറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് ഒരുപാട് അപ്ലിക്കേഷൻസ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ChatGPT അടക്കമുള്ള, അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയറിലും റീറ്റെയിലും ഫൈനാൻസിലും AI ഒരുപാട് അപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. AI എന്നുള്ളത് ഒരു ബസ് വേർഡായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടർ സയൻസ് ബിടെക്കിനോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ബിടെക്കിനോ പകരം കമ്പ്യൂട്ടർ സയൻസ് ഇൻ സ്പെഷ്യലൈസ്ഡ് വിത്ത് AI അല്ലെങ്കിൽ AI ഇൻ ഡാറ്റ സയൻസ് ബിടെക് ഒക്കെ പല കോളേജസും ഓഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 3 കാര്യങ്ങൾ: ഒന്ന്, ഇതിൻ്റെ ഒരു സ്കോപ്പ് എന്താണ് എന്നുള്ളത്; 2, നിങ്ങൾ ഏത് തരത്തിലുള്ള ആളാണെങ്കിലാണ് അതിന് പോവേണ്ടത്, ആര് പോവരുത് എന്നുള്ളത്; ഇനി നിങ്ങൾക്ക് പോകണോ പോവേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിന്റെ സ്കോപ്പ് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വേൾഡ് ഈസ് ഫാസ്റ്റ്ലി ചേഞ്ചിങ് ആൻഡ് ഒരു ടെക്നോളജി ഡ്രിവൺ, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രിവൺ വേൾഡ് ആണ് വരാൻ പോകുന്നത്. ChatGPT പോലുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് വന്നു കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ വീഡിയോസിലും മീഡിയാസിലും മറ്റു ഒരുപാട് അപ്ലിക്കേഷൻസ്, ഹെൽത്ത് കെയറിലും ഫിൻടെക്കിലും എഡ്യൂക്കേഷനിലൊക്കെ AIയുടെ ഒരുപാട് അപ്ലിക്കേഷൻസ് വരാൻ പോവുകയാണ്. സോ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏരിയയാണ്, അതിൽ നമുക്ക് എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആ ഒരു ഫീൽഡിലോട്ട് നമ്മൾ പോവുക എന്നതിന് ഒരുപാട് നല്ല സ്കോപ്പ് ഉണ്ട്. അപ്പോൾ പക്ഷെ ആരാണ് അവിടോട്ട് പോവേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ നമ്മളൊരു ബസ് വേർഡ് കേട്ടു എന്നതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങോട്ട് പോയാൽ, ഒന്ന്, വി മേ നോട്ട് ബി ഹാവിങ് ദ റൈറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദാറ്റ്, അതിനുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. 2, ഇതിനുള്ളൊരു ഫൗണ്ടേഷണൽ നോളജ് നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് ഈ ഒരു ഏരിയയിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി ഫണ്ടമെന്റലി നല്ല മാത്തമാറ്റിക്കൽ ബേസ് വേണം. കാരണം ഇവിടെ മാത്സിലെ ഒരു 3-4 ഏരിയാസ്, അത് ലീനിയർ ആൾജിബ്ര, കാൽക്കുലസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ പ്രോബബിലിറ്റി, ഈ 4 ഏരിയകളാണ് ഇതിൽ കോറായിട്ട് വരുന്നത്. ഈ 4 ഏരിയകളെ കുറിച്ച് നല്ലൊരു ധാരണ അല്ലെങ്കിൽ ലീനിയർ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണെങ്കിൽ മാട്രിക്സ് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ മാട്രിക്സ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ 4 ഏരിയകൾ, ലീനിയർ ആൾജിബ്രയും അതേപോലെ കാൽക്കുലസും അതേപോലെ പ്രോബബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സും, ഇതിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, ഇതിന് നിങ്ങൾക്കൊരു ഫൗണ്ടേഷണൽ നോളജ് ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രയാസകരമാവും. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി അങ്ങോട്ട് ഇത് ബിൽഡ് ചെയ്യുക. ഒരു ബിടെക് എന്ന് പറയുമ്പോൾ അതൊരു ഡിപ്ലോമ കോഴ്സ് അല്ല, അത് കേവലം ഒരു ഹാൻഡ്സ് ഓൺ കോഴ്സ് അല്ല. ഇപ്പോൾ ITI പോളി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് കുറേ ഇലക്ട്രോണിക്സ്, മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിവൈസ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ബിടെക് എന്നുള്ളത് കുറച്ചുകൂടി അതിൻ്റെ ഒരു സയൻസ് ഫൗണ്ടേഷണൽ നോളജ് അപ്ലൈ ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഈ ഒരു ഏരിയകളിൽ നമുക്ക് നല്ലൊരു ആപ്റ്റിറ്റ്യൂഡ് ഇല്ല, നമുക്ക് ഫൗണ്ടേഷണൽ നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് പ്രയാസമാവും. അത് പ്രയാസമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഏരിയയോടുള്ളൊരു താല്പര്യം നഷ്ടപ്പെടും. നമുക്ക് നല്ല ജോബ്സ് കിട്ടില്ല, കാരണം നമുക്കത് റിയൽ ലൈഫ് സിനാരിയോസിൽ അപ്ലൈ ചെയ്യാൻ അറിയാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ എല്ലാവരും അതിന് പോകുന്നു എന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പോവേണ്ട ഒരു ഫീൽഡ് അല്ല AI അല്ലെങ്കിൽ ഡാറ്റ സയൻസ് എന്നുള്ളത്. AI ഒരു ബസ് വേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. പക്ഷേ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ബിടെക് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു CS വിത്ത് AI അല്ലെങ്കിൽ ഡാറ്റ സയൻസ് ആൻഡ് AI എടുക്കണമെന്ന് ചോദിച്ചാൽ, ഞാൻ ജനറലി കൊടുക്കുന്ന ഉത്തരം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുൻപ് ഒരു പ്രയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മുമ്പൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്ലോമയോ സർട്ടിഫിക്കേഷനോ നിങ്ങൾ ഇതുവരെ അതിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, യു ഷുഡ് നോട്ട് ഗോ ഫോർ ദാറ്റ്. ഇതാണ് എൻ്റെ ബേസിക് അഡ്വൈസ്. അതിൽ നിങ്ങൾക്ക് ബെറ്റർ ഒരു ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിഗ്രി തിരഞ്ഞെടുക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ 2 years 3 years ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റീസിനും ഇലക്ടീവ്സിനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് AI എന്നുള്ളത് റൈറ്റ് ഫീൽഡായി തോന്നുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിന് കുറച്ച് മാത്തമാറ്റിക്കലാണ്, അപ്പോൾ ആ മാത്തമാറ്റിക്സുമായി നമുക്ക് നന്നായി പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും എന്താണ് AI, എന്താണ് മെഷീൻ ലേണിംഗ്, എന്താണ് ഡാറ്റ സയൻസ്. ആ ഏരിയയിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ 2nd year or 3rd year യു ക്യാൻ ടേക്ക് എ ചാൻസ് or you can go towards that. നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ബിടെക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MTechനോ MSനോ നിങ്ങൾക്ക് ആ സബ്ജക്ട്സിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് ഒരു ഡാറ്റ സയൻസ് AI ഡിഗ്രി എടുക്കാത്തതാണ് നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അൺലെസ്
നിങ്ങൾക്ക് അതിൽ നല്ലൊരു എക്സ്പോഷർ ഉണ്ട്, നിങ്ങളുടെ ഫീൽഡ് അതാണ്, നിങ്ങൾക്ക് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചോദ്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടും, എനിക്കതിൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? ഒന്ന്, ഈ പറഞ്ഞൊരു മാത്തമാറ്റിക്കൽ സബ്ജക്ട്സിനോട് നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇൻ ജനറൽ കോഡിംഗ്, പ്രോഗ്രാമിംഗ് തുടങ്ങിയ ഏരിയകളോട് നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ? അപ്പോൾ ഇത് നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ്, നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്ത് ആപ്റ്റിറ്റ്യൂഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വൈസ് നോട്ട് ടു ടേക്ക് ദാറ്റ്. ഓക്കെ, കാരണം നമ്മുടെ കരിയർ എന്നുള്ളത് ഒരു ബസ് വേർഡിന് പിന്നിൽ പോകേണ്ട ഒരു കാര്യമല്ല. നമുക്കതിന് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, നമ്മൾ അതിനോട് പാഷനേറ്റ് ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ട്. നമുക്കതിൽ സ്കില്ലുണ്ടോ എന്നുള്ളതും നമ്മളതിൽ പാഷനേറ്റ് ആണോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇതുവരെ ആ ഏരിയസിനോടൊന്നും എക്സ്പോസ്ഡ് അല്ല, നിങ്ങൾക്കത് ട്രൈ ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഒരു ബിടെക് എടുത്ത് ട്രൈ ഔട്ട് ചെയ്തതിന് പകരം വാട്ട് യു ക്യാൻ പോസിബിളി ഡു ഈസ് ദാറ്റ് ഒരുപാട് ഓൺലൈൻ കോഴ്സസ്, സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ യുഡെമിയിൽ മെഷീൻ ലേണിംഗ്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആൻഡ്രൂ എൻജി എന്ന് പറയുന്ന ഒരു പ്രൊഫസർ പഠിപ്പിക്കുന്ന മെഷീൻ ലേണിംഗ് ഉണ്ട്. എഡ്എക്സിൽ ഹാർവാർഡിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു CS ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സുകളുണ്ട്. എഡ്എക്സ്, യുഡെമി, ഉഡാസിറ്റി, കോഴ്സറ, ഇവരെല്ലാം ഒരുപാട് കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സുകൾ, ചെറിയ കോഴ്സുകൾ, മേ ബി നിങ്ങൾക്കൊരു 3 വീക്സ് കൊണ്ട്, 5 വീക്സ് കൊണ്ട്, 6 വീക്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന ചില കോഴ്സുകൾ, അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നൽകാവുന്ന ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഇതിൽ പലതും ഫ്രീ ആണ്. സർട്ടിഫിക്കേഷൻ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനോട് ഒരു താല്പര്യമുണ്ടോ, ഈ സബ്ജക്ട്സ് നിങ്ങൾക്ക് എന്താ പറയുക, ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണോ എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളൊരു ഡാറ്റാ സയൻസ് BTech ചൂസ് ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു കോഴ്സിൽ നമ്മൾ ഈ ബസ് വേർഡ് കൊണ്ടും ഹൈപ്പ് കൊണ്ടും മാത്രം നമ്മൾ പോയി ചേർന്നാൽ that might not become beneficial for us in the future. Okay, അപ്പോൾ ഈ വീഡിയോ ഈ ഒരു കരിയർ സീരീസിൽ ഡിഫറെൻറ്റ് കരിയേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസിലൊന്നാണ്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് പല ഏരിയകളിൽ, എഞ്ചിനീയറിംഗിൽ അതുപോലെ മറ്റു കോഴ്സുകളിലും നമ്മൾ അജ്മൽസ് ക്ലാസ് റൂമിലൂടെ നൽകുന്നതാണ്. സോ നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഐ വിൽ ട്രൈ ടു ആൻസർ ദാറ്റ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.